നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ മത്സരിക്കാൻ ഒരുങ്ങി ജോസ് കെ മാണി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലായിൽ തിരിച്ചടി ഉണ്ടായെങ്കിലും പാർട്ടി വോട്ടുകൾ ചോർന്നിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. അണികളിൽ ഒരു വിഭാഗത്തിന് മുന്നണി വിടണമെന്ന അഭിപ്രായമുണ്ടെങ്കിലും LDF-ൽ തുടരാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. കോട്ടയത്തിന്റെ ജീവനായ മീനച്ചിലാറ് ഇങ്ങനെ ശാന്തമായി ഒഴുകുകയാണ്. അടിയൊഴുക്കുകൾ സ്വാഭാവികമാണ്. എന്നാൽ ഈ അടിയൊഴുക്ക് മുൻകൂട്ടി അറിയാനുള്ള എന്തെങ്കിലും ഒരു ഉപകരണം പുറത്തിറങ്ങിയാൽ അത് ആദ്യം വാങ്ങുക കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയാകും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ നിന്ന് മത്സരിക്കാനായിരുന്നു ജോസ് കെ മാണിയുടെ പ്ലാൻ. അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ റീലുകളുടെ പണി മാസങ്ങൾക്ക് മുൻപേ തുടങ്ങി. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ജോസ് കെ മാണിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. 4 പതിറ്റാണ്ട് സ്വന്തം തട്ടകമായിരുന്ന പാലാ നഗരസഭ കൈവിട്ടു. മണ്ഡലത്തിലെ 13 പഞ്ചായത്തുകളിൽ കയ്യിലുള്ളത് 5 എണ്ണം മാത്രം. ഇതിൽ 2 എണ്ണം ലഭിച്ചത് ടോസിന്റെ ഭാഗ്യത്തിൽ. ഈ ഒരു സാഹചര്യത്തിൽ ജോസ് കെ മാണി വീണ്ടും പാലായിൽ ഇറങ്ങുമോ എന്നതാണ് $1 ബില്യൺ ചോദ്യം. ഇപ്പോൾ പാലാ സീറ്റ് മാത്രമല്ല, കേരള കോൺഗ്രസ് മത്സരിച്ചതും പരാജയപ്പെട്ടതും അല്ലെങ്കിൽ ജയിക്കാൻ കഴിയാത്തതും ജയിച്ചതുമായ സീറ്റുകൾ ആര് വേണം എന്നത് അത് തീർച്ചയായും പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് എടുക്കേണ്ട തീരുമാനമാണ്. അതാണ് പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. എങ്കിലും പാലാ സീറ്റിൽ ജോസ് കെ മാണി മത്സരിക്കാൻ അല്ല, അതാ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഏത് സീറ്റാണ് ഇപ്പോൾ MLA ആയിരിക്കുന്നവരുടെ പോലും അവിടെ തീർച്ചയായിട്ടും അത് പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുകയുള്ളൂ. ഉണ്ടാകും. അതാ ഞാൻ പറഞ്ഞത്, പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്ന് ജോസ് കെ മാണി പുറമേ പറയുമ്പോഴും പാലായിൽ മത്സരിക്കാൻ തന്നെയാണ് നീക്കം. അതും LDF-ന്റെ സ്ഥാനാർത്ഥിയായി. അതായത് മുന്നണി മാറ്റം നിലവിൽ ഉണ്ടാകില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ അണികളിൽ നല്ലൊരു ശതമാനവും LDF-ൽ അതൃപ്തരാണ്. എന്നാൽ ഒരു തോൽവി കൊണ്ട് മുന്നണി മാറിയാൽ അത് പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. മണ്ഡലത്തിന്റെ സ്വഭാവം വെച്ച് ജോസ് കെ മാണിക്ക് എളുപ്പത്തിൽ നിയമസഭയിലെത്താനുള്ള വഴി പാലായേക്കാൾ കടുത്തുരുത്തിയാണ്. എന്നാൽ തോൽവി ഭയന്ന് സീറ്റ് മാറിയാൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഒളിച്ചോട്ടമാകും. കോട്ടയത്ത് നിന്ന് ഷിനോജ് ST, മാതൃഭൂമി ന്യൂസ്.